മസാല ബോണ്ട് കേസിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം. ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് നൽകിയ ഉപഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വിനീത വി.ജി. കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. വിനീത, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന മറ്റ് വിശദാംശങ്ങൾ? തോമസ് ഐസക്കിന്റെ മസാല ബോണ്ട് ഇടപാട് കേസുമായി ബന്ധപ്പെട്ട തോമസ് ഐസക് നൽകിയ ഉപഹർജി അത് വെള്ളിയാഴ്ച ഹൈക്കോടതി ആ ഹർജിയിന്മേൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും. അതുവരെ തൽസ്ഥിതി തുടരാനാണ് ജസ്റ്റിസ് ടി.ആർ. രവിയുടെ നിർദ്ദേശം. ഇ.ഡിയോട് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സമൻസ് സ്റ്റേ ചെയ്തതായി കണക്കാക്കാൻ അനുവദിക്കരുതെന്ന് ഇ.ഡി കോടതിയിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച വരെ, അതായത് ഈ കേസിന്മേലുള്ള വിശദമായിട്ടുള്ള ഈ വാദം വെള്ളിയാഴ്ച കേൾക്കാനിരിക്കെ ഈ വെള്ളിയാഴ്ച വരെ മറ്റ് ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണ് തൽസ്ഥിതി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിനോട് നാളെ ഹാജരാവാൻ ഇ.ഡി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 7ാമത്തെ സമൻസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് ഇ.ഡി നൽകുന്നത്. ഈ സമൻസിന് പിന്നാലെയാണ് തോമസ് ഐസക് വീണ്ടും ഉപഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും വിനീത വി.ജി. ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.